ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു നോർമൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഒക്കെ അടിച്ചുകൊണ്ടു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് എനിക്ക് വന്നത്. ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം കൂടിയാണ് കേട്ടോ. ഇലക്ഷൻ്റെ ആ ഒരു ടൈമിലുള്ള ലീവിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ്. നിയമമൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. മിന്നുവിന് പിന്നെ അവളുടെ ടീച്ചർക്കൊക്കെ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അവർക്കൊന്നും ചില ക്ലാസ്സിനൊന്നും ഇല്ല കേട്ടോ. അവളെ ക്ലാസ്സിനൊന്നും ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞോട്ടിക്കും സോനുവിനൊക്കെ ക്ലാസ് ഇല്ല. അവരെ സ്കൂളിൽ തന്നെ ഇലക്ഷൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇന്ന് സ്കൂളില്ല കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിരുന്നു. അപ്പോൾ വേഗം അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഇഷമോൾ അംഗനവാടിയൊക്കെ ആക്കാണ്ട് അവൾക്കൊന്ന് അംഗനവാടി ഉണ്ട്. അടിച്ചു വാരാൻ ഇറങ്ങിയപ്പോൾ തന്നെ മിന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വാങ്ങിയിട്ട് പിന്നെ മുറ്റൊക്കെ അവളാണ് കേട്ടോ അടിച്ചു വാരിയത്. സ്കൂളില്ലാത്ത സമയങ്ങളിൽ പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു തരും കേട്ടോ. ചിലപ്പോൾ ഭയങ്കര മടിയിരിക്കും, ചിലപ്പോൾ അങ്ങനെ പറയാതെ തന്നെ എടുത്തു തരും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റോസാപ്പൂ ഇത് ഇന്ന് വിരിഞ്ഞതാണ്. ഇനി ഇഷമോൾ എണീറ്റ് വന്നാൽ ചിലപ്പോൾ ഇത് ഇവിടെ കാണും കേട്ടോ. അവള് പൂവൊക്കെ കണ്ടപ്പോൾ പറിച്ചെടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച് ക്ലീൻ പരിപാടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതും പാടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചൂലുണ്ടല്ലോ, നമ്മളെ ഒരു കുറുന്തോട്ടിയില്ലേ, തലയിലൊക്കെ തേക്കുന്ന കുറുന്തോട്ടി, അതുകൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ. ചമ്മലൊക്കെ അങ്ങനെ അടിച്ചു വരാൻ നല്ല ബെസ്റ്റ് ചൂലാണ്. അപ്പം എനിക്കൊന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ സോനുവിനെയും കൂടി വിളിച്ചു. സോനുവിന് പറഞ്ഞാൽ പണിയെടുക്കാൻ ഭയങ്കര മടി കേട്ടോ. ഒപ്പം നിർത്തിയിട്ട് ഇങ്ങനെ ഓരോ ജോലി അവനെ കൊണ്ട് പറഞ്ഞെടുപ്പിക്കണം. ഒരു ജോലി എടുത്തു കഴിഞ്ഞ് പിന്നെ അവനെ നോക്കുമ്പോൾ കാണൂല കേട്ടോ. അങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോൾ അവനെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരണം. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമായിട്ട് അങ്ങനത്തെ ക്ലീൻ പരിപാടിയൊക്കെ ചെയ്യൽ. അപ്പോൾ നിയമോളുണ്ട്, അവൾ പിന്നെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. ഷമോൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. പിന്നെ അംഗനവാടിയിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെ വെയിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൾ എണീറ്റ് വരുന്നതിന് അടുക്കാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. ഇന്നലെ കുറേ വൈകിട്ടാട്ടോ ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ 10 മണിയായിട്ട് ആൾ എണീറ്റിട്ടില്ല. കാക്ക കൊണ്ടുപോകണം, അതെങ്ങോട്ട് കൊടുക്കട്ടെ. അങ്ങനെ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുത്തു. നമ്മൾ മുറ്റൊക്കെ അടിച്ചു വരുമ്പോൾ അങ്ങനെ ചമ്മലൊക്കെ ഇങ്ങോട്ടായിട്ട് ഇടുക. അപ്പോൾ ഇടുമ്പോൾ നമുക്ക് അത്ര ഒരു നല്ലൊരു സുഖമായിരിക്കാരം. പിന്നെ അത് വാരലൊരു പണിയാണ്. അപ്പോഴേക്കും ഇഷമോൾ എണീറ്റിട്ടോ. പിന്നെ അവളിങ്ങനെ കരച്ചിലായിരുന്നു. അപ്പം പിന്നെ അവളെ കൊണ്ട് ഞാനൊന്ന് നമ്മളെ മീൻ ടാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് അവർക്ക് തീറ്റയൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ഡബ്ബ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ വേഗം മുകളിലേക്ക് വരിട്ടോ. പിന്നെ അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് വേഗം ഒന്ന് മാറ്റി കൊടുത്തിട്ടോ. മുടി കെട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാട്ടോ. മുടി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെട്ടി വെച്ചിരുന്നു. മുടി വാരുന്ന സമയത്താട്ടോ അതൊക്കെ ശ്രദ്ധിക്കുക. കത്രിക അതേപോലെ തന്നെ നമ്മളെ നഖം വെട്ടുന്ന കട്ടറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളാകെ വെട്ടി ഇതാക്കൂട്ട മുടി. അതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തിയിട്ടും അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. മുടി കെട്ടാൻ തന്നെ സമ്മതിക്കൂല കേട്ടോ. മുടി കെട്ടണ ഇഷ്ടമില്ല അവൾക്ക്. വാരുന്നതൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് ഇങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഭംഗിയിൽ വെക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവൾ അതിനൊന്നും കിട്ടില്ല. ഇമ്മച്ചി വേണ്ടല്ലോ, ഇമ്മച്ചി വേണ്ട. കാക്കും ദീദിയും കൊണ്ടായി തരൂട്ടോ. ഇമ്മച്ചി വേണോ?
ഓൾക്കാണെങ്കിൽ ഇന്ന് അംഗനവാടിക്ക് പോണത് വലിയ ഇഷ്ടമല്ല കേട്ടോ. സോനുവിനെയും മിന്നുവിനെയും ഇങ്ങനെ ഇവിടെ കണ്ടിട്ട് അവർ സ്കൂൾക്ക് പോവാതെ അങ്ങനെ നിൽക്കല്. അപ്പോൾ ആൾക്കിന്ന് ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. അംഗനവാടിക്ക് കയറുമ്പോഴൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ടായിരുന്നു. പിന്നെ വേഗം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവർക്ക് നല്ലൊരു പണി കൊടുത്തുട്ടോ. സ്കൂളിലെ ദിവസം പിന്നെ തോരടലൊക്കെ ഇവരെ പണിയാണ് കേട്ടോ. ഇവരെ ഏൽപ്പിക്കലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു കൊണ്ടും തല്ലുകൂടിക്കൊണ്ടൊക്കെ ഇരിക്കും. ഫുഡ് വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചോറ് വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിന്നു ആ പ്ലേറ്റും പിടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും, ഞാൻ വാരി കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കൊന്ന് വാരി കൊടുത്തു. അവൾക്ക് വാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇത് അംഗനവാടി വിടാറായപ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് ചെന്നു കേട്ടോ. പക്ഷെ മോൾക്കാണെങ്കിൽ അംഗനവാടി വിട്ടുടനെ തന്നെ എന്നെ കാണേണ്ടി വരും. വാതിൽ അവിടെ തുറക്കണ സമയത്ത് ഞാൻ അവിടെ എത്തണം കേട്ടോ. വാതിലിങ്ങനെ തുറക്കുമ്പോൾ അവൾക്ക് ഫസ്റ്റ് എന്നെ കാണണം. ഓരോ അമ്മമാരും ഇങ്ങനെ വരുമ്പോൾ നോക്കി നിൽക്കാൻ കേട്ടോ കുട്ടികള്. 3:30ക്കാണ് അംഗനവാടി വിടുള്ളൂ. പക്ഷെ 3 മണി 3:15 ആകുമ്പോഴത്തേന് തന്നെ ഞാൻ പോകും കേട്ടോ. അങ്ങനെ ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ ആൾക്ക് കാണേണ്ടി വരും. പിന്നെ അങ്ങനെ അളക്കേ കാര്യം പിന്നെ ഇങ്ങനെ കരച്ചിലും. അതേപോലെ തന്നെ അതാ വരുന്ന സമയത്തൊക്കെ അടുത്തുള്ള പൂക്കളും എല്ലാതും ഒന്ന് പറിച്ചെടുക്കൂട്ടോ. വീട്ടിലുള്ള പൂക്കളൊക്കെ പോയിട്ട് ഓടി പോയിട്ട് എടുക്കും. എടുക്കണ്ടെന്ന് പറഞ്ഞാലൊന്നും ആൾ കേൾക്കൂല കേട്ടോ. പിന്നെ വൈകുന്നേരം അതൊക്കെ വെച്ചിട്ടാണ് ട്ടോ അവരുടെ കളി. പിന്നെ വീട്ടിക്ക് ഉള്ളിക്കൊന്നും കയറിയിട്ടില്ല. വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ പുറത്തേക്ക് തന്നെ ഇറങ്ങിട്ടോ. ഇനി ഞാൻ കുറേ സമയം അവിടെ അങ്ങനെ ഉള്ളിൽ തന്നെ, മറ്റവര് സ്കൂൾ വിട്ട് വരുവോളം ഉള്ളിൽ തന്നെ ആട്ടോ ഇരുത്തല്. ഇന്നിപ്പോൾ അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരും പുറത്ത് തന്നെ ആയിരുന്നു. പിന്നെ അവളും വേഗം കളിക്കാൻ ഇറങ്ങി. കുറച്ച് നീങ്ങ ഇടാനായിട്ടില്ല. അതെന്താണ്? ഞാനിട്ടാ മതി. ഇനി ഇതിമ്മ ഇടരുതിട്ടാ, നിലത്തിടരുതിട്ടാ. ഓൾക്കാണെങ്കിൽ മണ്ണും വെള്ളം എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓതണ സമയത്ത് ആള് വന്ന് കയറിയിരുന്നേ. കുളിക്കാൻ വിളിച്ചാലൊന്നും വരില്ല കേട്ടോ. അപ്പം നേരത്തൊക്കെ നിറച്ച് ഡ്രസ്സിലൊക്കെ നിറയെ ചളിയാണ്. അപ്പൊ ഒന്ന് ആളൊന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ കുളിപ്പിച്ചിട്ട് ഞാൻ ഖുർആൻ എടുത്ത് ഓതുന്ന സമയത്ത് മിന്നന്റെ മടിയിലൊന്ന് വന്ന് കടന്നതായിരുന്നു കേട്ടോ. വിഷമോളെ ആ സമയത്ത് കണ്ട സമയത്ത് വേഗം ഓള് വന്നിട്ട് കടന്നു കേട്ടോ. മിന്നിനാണെങ്കിൽ എന്റെ മടിയിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിഷമോക്കാണെങ്കിൽ അത് ഭയങ്കര അസൂയാണ്. അപ്പൊ ഓളും പാടെ വന്നിട്ട് എന്റെ മടിയിൽ കടന്നു. ഇതിന്റെ തലമ കട്ടുണ്ടേ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.